Okay, in the first few stanzas of the poem, the poet tells us the construction of the bridge and the proud feeling he has upon the human achievement. സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞത്? അപ്പോൺ ദ ബ്രിഡ്ജ് ബിൽറ്റ് റീസെൻ്റ്ലി അറ്റ് എ കോസ്റ്റ് ഓഫ് 23 lakhs 23 ലക്ഷം രൂപ ചിലവാക്കി പണിത ബ്രിഡ്ജാണ്. ഐ സ്റ്റാൻഡ് പ്രൗഡ്. നമ്മൾക്ക് നല്ല ഒരു അഭിമാനം തോന്നുന്നുണ്ട്. മൈ ഐസ് ഫിക്സഡ് ഓൺ ദ ഡ്വിൻഡ്ലിംഗ് പേരാർ ബിലോ. ഇവർ ഈ നിള നദിക്ക് ഒരു പേരൂടെയുണ്ട്, എന്നുള്ള പേരൂടെയുണ്ട്. അപ്പോൾ ഈ നദിക്ക് കുറുവെ ഉണ്ടാക്കിയ ഈ പാലം 23 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയ പാലം, അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു ആദ്യം തോന്നിയിരുന്നത്. കാരണം ഹാസ് അപ്പോൺ ദ ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്, ഇത് മനുഷ്യൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഒരു ശ്രമഫലമാണ് ഈ പാലം ഉണ്ടായത്. ഇൻ ദ ഫോർത്ത് സ്റ്റാൻസ, ഇവിടെ ഫോർത്ത് സ്റ്റാൻസ് ആയിട്ട് മൈ ഐസ് വെർ ഫിക്സഡ് ഓൺ ദ പേരാർ ബിലോ, ഹിയർ ഈസ് ദ റിവർ ബാങ്ക് ദാറ്റ് വുഡ് ബി വാഷ്ഡ് അവേ, ദ റിവർ വാസ് ഇൻ സ്പേറ്റ്. ഇത് നാലാമത്തെ സ്റ്റാൻസിൽ എഴുതിയിരിക്കുന്നത് ഹി എക്സ്പ്രസസ് ദ ഫിയർ ഹി ഹാസ് അബൌട്ട് ദ റിവർ ബാങ്ക് ദാറ്റ് ഇറ്റ് മേ ബി വാഷ്ഡ് അവേ. ഇൻ ദ സബ്സിക്വൻറ്റ് stanzas that he reminiscence his childhood of growing up in the river bank, the playmate, the river. ഇപ്പോൾ ഈ കവിതയിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്? അദ്ദേഹം കളിച്ചിരുന്നു അവിടെ പൂതങ്കോൾ എന്ന് പറഞ്ഞൊരു കളി കളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം അവിടെ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഇതെല്ലാം ഓർക്കുന്ന ഒരു സമയമാണ്. ഹി വറീസ് ദാറ്റ് ഓൾ ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ വില്ലേജ് life, the river, the cow, the people, songs of the plowman, everything will be destroyed by the advance of urbanization in the ലാസ്റ്റ് ഫ്യൂ സ്റ്റാൻസസ്. അപ്പം പോയത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് അഭിമാനം തോന്നിയെങ്കിലും പിന്നീട് അവസാനത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഭയമാണ് തോന്നുന്നത്. കാരണം എല്ലാവരും ഈ അർബനൈസേഷൻ വന്നു, എല്ലാവരും ആധുനികതയിലേക്ക് കടന്നപ്പോൾ എന്തായി, പ്രകൃതിയുടെ ആയിട്ടുള്ള ബന്ധം വിട്ടുപോയി എല്ലാവർക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് സ്റ്റാൻസുകളിൽ കവി പാലം പണിതിനെ പറ്റി പറയുന്നുണ്ട്, മനുഷ്യൻ്റെ നേട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്, അതെല്ലാം സന്തോഷിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് സ്റ്റാൻസയിലേക്ക് പിന്നീടുള്ള പിന്നീടുള്ള വരികളിലേക്ക് വരുമ്പോൾ എന്താണ് കാണുന്നത്? ഒരാശങ്കയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കുട്ടിക്കാലത്തെ പറ്റി ഓർമ്മ വന്നു. അവിടെ കളിച്ചിരുന്നതും പാട്ട് പാടിയിരുന്നതും അവിടെ ഓടി നടന്നതും എല്ലാ കാര്യവും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് പോയതിൻ്റെ സമ്മറിയിലേക്ക് കിടക്കാം. അപ്പം പോയത്തിൻ്റെ സമ്മറിയിൽ I have known about Kuttipuram ferry from my childhood. This poem was born out of the mixed feelings I experienced when I crossed the bridge built recently over this river. അപ്പോൾ കുറ്റിപ്പുറം ബ്രിഡ്ജ് അതിൻ്റെ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ, അതിലൂടെ നടന്നു പോകുമ്പോൾ കവിയുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളാണ് നമ്മൾക്ക് ഈ കവിതയിൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ 5 സ്റ്റാൻസയിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അപ്പോൺ ദ ബ്രിഡ്ജ് ബിൽറ്റ് റീസെൻ്റ്ലി, അത് നമ്മൾ പറഞ്ഞു, പ്രൗഡ് ഫീൽ ചെയ്തു. പിന്നെ പറഞ്ഞു ഇതിൻ്റെ സൈഡിൽ പൂതങ്കോല് കളിച്ച കാര്യം പറഞ്ഞു. പിന്നെ അടുത്ത സ്റ്റാൻസിൽ എന്താ, കിങ് ഫിഷർ, പക്ഷികൾ, സ്പാരോ, കുരുവികളും ഒക്കെ അവിടെ കൂടെ പറന്ന് നടക്കുന്ന പറഞ്ഞു. പിന്നെ അടുത്തത് എന്താ പറയുക, ഇതിൻ്റെ തീരങ്ങൾ ഒലിച്ചു പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഐ സ്റ്റാൻഡ് ഓൺ ദ റീസെൻ്റ്ലി ബിൽറ്റ് ബ്രിഡ്ജ്, ഐ ഫീൽ വെരി പ്രൗഡ്. ഇറ്റ് വാസ് ബിൽറ്റ് അറ്റ് എ കോസ്റ്റ് ഓഫ് ₹23 lakhs. ഞാൻ പറഞ്ഞല്ലോ 23 ലക്ഷത്തിന് ആണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് നല്ല പ്രൗഡ് ഫീലായി, നല്ല അഭിമാനം തോന്നിയിരുന്നു. ആസ് ഐ സ്റ്റാൻഡ് ദെയർ ഐ ക്യാൻ സീ ദ ഡ്വിൻഡ്ലിംഗ് പേരാർ ബിലോ, ദിസ് ഈസ് ദ റിവർ ഓൺ ഹൂസ് സാൻഡി ഷോഴ്സ് ഐ വൺസ് പ്ലേഡ് എൻഡ്ലെസ് ഗെയിംസ് ഓഫ് പൂതങ്കോൽ. അപ്പോൾ ഈ നദിയുടെ തീരത്താണ് ഞാൻ ചെറുപ്പകാലത്ത് പൂതങ്കോൽ കളിച്ചിരുന്നത്. ഐ വാഷ്ഡ് മൈസെൽഫ് ഇൻ ദ river before my daily prayers. Now I am standing on the bridge and I feel I am now equal to the kingfisher, the sparrow and the crane that once flew over there. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ പറന്നുന്ന സ്പാരോയും കുരുവികളും കിങ്ഫിഷറൊക്കെ മുകളിൽ കൂടെ പറന്നു നിന്നു. ഇപ്പം ഞാനും എവിടെയാണ് നിൽക്കുന്നത്? ഞാനും ഈ നദിയുടെ മുകളിലാണ് നിൽക്കുന്നത്. As I look, I see the bank that would be washed away when the river was flooded. No boat would venture out or kite dare to fly across. Nila will flood again and inundate her banks. അപ്പോൾ പുതിയതായി പണിത ഈ പാലത്തിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്.
23 ലക്ഷം രൂപ ചെലവിട്ടാണ് ഇത് പണിതത്. പാലത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിള നദിയാണ് ഞാൻ കാണുന്നത്. ഈ നദീതീരത്താണ് ഞാൻ പണ്ട് കാലത്ത് കൂട്ടുകാരോടൊത്ത് കളിച്ചിരുന്നത്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പോകുമ്പോൾ ഞാൻ ഈ നദി കുളിക്കുമായിരുന്നു. പാലത്തിൻ്റെ മുകളിൽ ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്, പണ്ട് ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ പറന്നുകൊണ്ടിരുന്ന കുരുവികളെയും കൊക്കുകളുടെയൊക്കെ പോലെ അതേപോലെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു 5 സ്റ്റാൻസ വരെയും പറയുന്നത്. ഇനി അടുത്തത് 6ാമത്തെ സ്റ്റാൻസോട്ട് പറയുകയാണെങ്കിൽ, ബട്ട് ഐ കോണ്ട് ഹെൽപ്പ് ലാഫിങ് അറ്റ് ദ തോട്ട് ഓഫ് യു ക്രോളിങ് അണ്ടർ ദ ബ്രിഡ്ജ് നൗ ഡൂയിങ് എ ടൈം nata, yet as I stand tall, my foot firm. On this mammoth human achievement, there wells up in my mind a dull ache I cannot fathom standing upon this bridge now. Truly, the threshold of a new world, I curse in my mind the rustic vista that fades away day by day of charming Gramlashmi, my playmate from the day of my birth, now residing far, far away and ready to bid the final adieu. The wide expanse of paddy fields were green and yellow playfully intermingled groves with the houses flanked by fruit-bearing trees, slopes covered. ഇത് 6ാമത്തെ സ്റ്റാൻസ തൊട്ട് 10ാമത്തെ സ്റ്റാൻസ വരെയും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സാധാരണ കളി തോക്കുമ്പോൾ ഒരു ശിക്ഷ എന്നോണം തോറ്റയാൾ ജയിച്ച ആളുടെ കാലുകളുടെ ഇടയിൽ കൂടി കയ്യിലും കാലിലും ഇഴഞ്ഞു പോകുന്ന ഒരു പതിവുണ്ട്. എന്ന് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് ലാഫിങ് വെൻ ഐ തിങ്ക് ഓഫ് ക്രോളിങ് അണ്ടർ ദ ബ്രിഡ്ജ് നൗ ലൈക്ക് ഇൻ എ ഗെയിം വെർ എ ലൂസർ ക്രോൾസ് ബിറ്റ്വീൻ ദ ലെഗ്സ് ഓഫ് ദ വിക്ടർ. ജയിക്കുന്ന ആളിൻ്റെ കാലിൻ്റെ കൂടെ തോൽക്കുന്ന ആൾ എഴിഞ്ഞെഴിഞ്ഞു പോവുക. ഐ എം സ്റ്റാൻഡിങ് ഹൈ, മൈ ഫുട്ട് ഫിക്സഡ് ഓൺ ദിസ് ബിഗ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്. ഇപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു മനുഷ്യൻ്റെ പരിശ്രമഫലമായിട്ടുണ്ടായ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ പോകുമ്പോൾ എനിക്ക് ചിരി വരും ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട്. ഇങ്ങനെ പണ്ട് കളിച്ച കാര്യം ഓർത്തിട്ട് എനിക്ക് ചിരി വരും. മനുഷ്യൻ്റെ ഒരു വലിയ നേട്ടമായി പാലത്തിൽ കാലുറപ്പിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ അളക്കാൻ പറ്റാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയുണ്ട്. ഈ പാലം ഒരു പുതിയ ലോകത്തിൻ്റെ വാതിൽപ്പടിയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഗ്രാമീണ കാഴ്ചകൾ ദിവസം തോറും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബ്രിഡ്ജ് വന്നത് നന്നായി, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കുന്നതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്രാമത്തിൻ്റെ ഭംഗി കുറയുന്നതായിട്ടാണ് തോന്നുന്നത്. ഗ്രാമലക്ഷ്മി ദൈനംദിനം അകന്നകന്നു പോവുകയാണ്. എൻ്റെ ജനനം മുതൽ നിള എൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു. അവളിപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കഴിയുമ്പോൾ തീർത്തും അപ്രത്യക്ഷമായെന്ന് പറയും. ഇപ്പം നിള നദിയുടെ അവസ്ഥ എന്ന് വെച്ചാൽ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നദി സാധാരണ പോലെയുള്ള ആ സൈസിലല്ല ഇപ്പോൾ ഒഴുകുന്നത്, വളരെ കുറയുന്നുണ്ട്. മരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന തോട്ടങ്ങളും അതിലെ ഫലവൃക്ഷങ്ങളും പച്ചയും മഞ്ഞയും കൂടി കലർന്ന് കിടക്കുന്ന നെൽവയലുകളും അപ്രത്യക്ഷമായി. ഇപ്പോൾ ഗ്രാമത്തിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. ഇവിടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നു, വയലുകളില്ല, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമൊക്കെ അഭിമാനം തോന്നിയെങ്കിലും പിന്നീടാണ് ദുഃഖം തോന്നുന്നത്. ബട്ട് ദർ ഇൻ മൈ മൈൻഡ് ദർ ഇസ് എ ഡൾ ഏക്ക് വിച്ച് ഐ കോണ്ട് മെഷർ. എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വേദന എൻ്റെ മനസ്സിലുണ്ട്. ഐ ആം ഓൺ ദി സ്റ്റെപ്പ് ഓഫ് എ ന്യൂ വേൾഡ്. ഒരു പുതിയ ലോകത്തിൻ്റെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഓഫ് ദ വില്ലേജ് പാത്സ് ഐ യൂസ് ടു വാക്ക്. പണ്ട് നടന്ന ആ വഴികളൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ദ ചാമിങ് ഗ്രാമലക്ഷ്മി ഈസ് ഫേഡിങ് ഡേ ബൈ ഡേ. ഈ ഗ്രാമത്തിൻ്റെ ഒരു ലക്ഷ്മി എന്ന് വെച്ചാൽ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി അത് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. നിള വാസ് മൈ പ്ലേമേറ്റ് ഫ്രം മൈ ബർത്ത്. ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതാണ് നിള നദിയെ. അത് എൻ്റെ ഒരു കളിക്കൂട്ടുകാരിയായിരുന്നു നിള നദി. പക്ഷേ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, ബട്ട് നൗ ഷീ ഈസ് റെസീഡിങ് ആൻഡ് ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഷീ മേ ഡിസപ്പിയർ ഓൾ ടുഗദർ. അങ്ങനെയാണ് ഇവിടെ ഏത് സമയവും നഷ്ടപ്പെടാം എനിക്ക് എന്നുള്ള രീതിയിലാണ് നിള നദിയുടെ അവസ്ഥ. The extensive paddy fields were green and yellow intermingled, and the groves with houses around which there were fruit-bearing trees, all are disappearing. ഇതിന് ചുറ്റിനുണ്ടായിരുന്ന മരങ്ങളും ഫലവൃക്ഷങ്ങളും ഒന്നും ഇപ്പോൾ കാണാനില്ല. അതുപോലെ വയലുകളും ഇപ്പോൾ കാണാനില്ല. നമുക്ക് ലെസൺ കണ്ടിന്യൂ ചെയ്യാം.